ഇന്നത്തെ ഈ പരേഡ് വീക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ആദരണീയനായ കുറ്റ്യാടി നിയോജക മണ്ഡലം എം.എൽ.എ. ശ്രീ കുഞ്ഞിമത് കുട്ടി മാസ്റ്റർ അവർ തുറന്ന വാഹനത്തിൽ പരേഡ് കമാൻഡറുടെ അകമ്പടിയോടുകൂടി പരേഡ് മൈതാനത്തേക്ക് ദീർഘകാലത്തെ പരിശീലനത്തിലൂടെ ഇവർ സ്വായത്തമാക്കിയ അച്ചടക്കവും ഉത്തരവാദിത്വ ബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ജീവിതത്തിൽ നിലനിർത്തുന്നത് അല്പസമയത്തിനകം ഈ ഗ്രൗണ്ടിലേക്ക് ആനയിക്കപ്പെടുന്ന ദേശീയ പതാകയെ സാക്ഷി നിർത്തി ഈ കേഡറ്റുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. തികഞ്ഞ അച്ചടക്കവും കർമ്മകുശലതയും കൈകളിലാക്കി ഈ രാജ്യത്തിന്റെ നീതിയുടെ കാവലാളുകളാകാൻ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അല്പസമയത്തിനകം ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ വരും. ഇപ്പോൾ ദേശീയ പതാക ഈ പരേഡ് മൈതാനത്തേക്ക് ആനയിക്കപ്പെടും. ദേശീയ പതാകക്ക് ഈ പരേഡ് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ യൂണിഫോമിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ആദരാന്ത സൂചകമായി എണീറ്റ് നിന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യേണ്ടതും ദേശീയ ഗാനത്തിനൊപ്പം മറ്റുള്ളവരെ എഴുന്നേറ്റ് നിന്ന് ഉപചാരം അർപ്പിക്കേണ്ടതുമാണ്. ഈ പരേഡിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് അഡീഷണൽ നോഡൽ ഓഫീസർ ശ്രീ സുനിൽകുമാർ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ ഉത്തരവാദിത്ത ബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും
എതിർത്തു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായും വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഇപ്പോൾ പരേഡ് സെക്കൻഡ് കമാൻഡറുടെയും പരേഡ് കമാൻഡറുടെയും നേതൃത്വത്തിൽ 8 പ്ലട്ടൂണുകളിലായി മന്ത്രമധുരമായ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ഇന്നത്തെ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മാർച്ച് പാസ്റ്റിലൂടെ ഈ ഡയസിന് മുന്നിലൂടെ കടന്നു പോകും. ഈ കാലമത്രയും ഇവർ പരിശീലിച്ചത് നന്മയുടെ പാഠങ്ങളാണ്. പരേഡ് മൈതാനത്ത് ഇവർ സ്വായത്തമാക്കിയ എല്ലാവിധത്തിലുള്ള അച്ചടക്കവും കർമ്മകുശലതയും കൈമുതലാക്കിക്കൊണ്ട് ഇന്ന് പാസിംഗ് ഔട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങുന്ന ഈ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി മാറുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ പരേഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ ഇന്നത്തെ ഈ പരേഡ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോകുകയാണ്. ഇന്നത്തെ പരേഡിന്റെ ആദ്യ പ്ലട്ടൂൺ ജെ.എൻ.എം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പണം ആദിഷ്ക നയിക്കുന്ന 1ാമത്തെ പ്ലട്ടൂൺ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുകയാണ്. ജെ.എൻ.എം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മയൂഖ് വിജയകുമാർ നയിക്കുന്ന 2ാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നത്. എം.ജെ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷെസാ ഫാത്തിമ നയിക്കുന്ന 3ാമത്തെ പ്ലട്ടൂൺ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോകുന്നു. എം.ജെ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് മുഹമ്മദ് അമാൻ നയിക്കുന്ന 4ാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിയൂർ കാഡറ്റ് വേദ വി.പി. നയിക്കുന്ന ഇന്നത്തെ പരേഡിലെ 5ാമത്തെ പ്ലട്ടൂൺ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിയൂരിലെ കാഡറ്റ് ആദ്യം നയിക്കുന്ന പരേഡിലെ 6ാമത്തെ പ്ലട്ടൂൺ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുകയാണ്. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കാഡറ്റ് ഗായത്രി ഹരീഷ് നയിക്കുന്ന ഇന്നത്തെ പരേഡിലെ 7ാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നത്. ഈ പരേഡിലെ 8ാമത്തെ പ്ലട്ടൂൺ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർത്തിക് നാരായണൻ നയിക്കുന്ന 8ാമത്തെ പ്ലട്ടൂൺ ഇപ്പോൾ ഇന്നത്തെ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുകയാണ്.
ഈ കാലമത്രയും ഇവർ കൈമുതലാക്കിയ അച്ചടക്കവും കർമ്മകുശലതയും ഈ പരേഡ് മൈതാനത്ത് അവർ പഠിച്ച നല്ലയുടെ പാടുകൾ, ആ പാടുകളൊക്കെ മനസ്സിൽ സാംശീകരിച്ചുകൊണ്ട് അല്പസമയത്തിനകം ഈ പരേഡ് മൈതാനത്തോട് വിട പറയുന്നതാണ്. ഇപ്പോൾ 8 പ്ലട്ടൂണുകളിലായി ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മാർച്ച് പാസ്റ്റിലൂടെ ഈ ഡയസിന് മുന്നിലൂടെ കടന്നുപോയിരിക്കുകയാണ്. 2010 ആരംഭിച്ച സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി ഇന്ന് 1000-ലധികം വിദ്യാർത്ഥികളുമായി 1000-ലധികം യൂണിറ്റുകളുമായി കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്.